കഥയുടെ ആരംഭത്തിൽ കഥാനായികയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ ഒരു പള്ളിയിലകത്ത് കുരിശിലെ വെഡിങ് ഡ്രസ്സൊക്കെ ഇട്ട് കെട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ വാതിൽ തുറന്ന് ഒരുത്തൻ വരികയാണ്. അവനെ കണ്ടപ്പോൾ എന്നൊന്ന് രക്ഷിക്കണേ എന്ന് പറയുന്നു. എന്നാൽ അവൻ വന്നത് കാണുമ്പോഴാണ് അവനൊരു സാധാരണ മനുഷ്യനല്ല, ഡ്രാക്കുളയെന്ന് മനസ്സിലാകുന്നത്. അവളൊന്ന് മണത്തു നോക്കി, ഞാൻ നിന്നെ രക്ഷിക്കാൻ ഇവിടെ വന്നതാണെന്ന് കരുതുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്ത് അവിടെ ചുണ്ടു പൊട്ടിക്കുന്നു. അവളുടെ രക്തം കുടിക്കുമ്പോഴാണ് അവൻ ഒത്തിരി ഇഷ്ടമാവുന്നത്. അവളും പറയുന്നുണ്ട്, ദയവായി എന്നൊന്നും ചെയ്യരുത്. അപ്പോൾ അവൻ പറയുന്നത്, നീ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ മുഴുവനായിട്ട് തിന്നും, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവളുടെ കഴുത്ത് കടിച്ചു. പിന്നീട് അവൾ ഇതെല്ലാം ചിന്തിച്ച് അവൾ പേടിച്ചു നിൽക്കുന്നത് കണ്ട് അവളുടെ അമ്മ എന്തു പറ്റി, അവർ ഷെൻ കുടുംബത്തിലേക്ക് പോകുന്ന വഴിയിലാണ് അവൾക്കിങ്ങനെ സ്വപ്നം കണ്ടത്. അമ്മ പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്, അത് മറക്കണ്ട എന്ന് പറഞ്ഞ് വില്ലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ നിരവധി പെൺകുട്ടികൾ ഇതിനകം തന്നെ മുട്ടുകുത്തി ഇരിക്കുന്നുണ്ടാകും. അവിടുത്തെ മുത്തശ്ശി ആ പെൺകുട്ടിയുടെ ബെഡ് സാമ്പിളൊക്കെ എടുത്ത് മടുത്തു നോക്കുന്നുണ്ട്. അവളുടെ അമ്മ അവളെയും പിടിച്ച് എല്ലാ പെൺകുട്ടികൾക്കൊപ്പം മുട്ടുകുത്തിയിരുത്തി. അവർ എല്ലാ പെൺകുട്ടികളെയും അവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് മാസ്റ്റർ ഷെങ്ങിന് അനുയോജ്യമായ രക്തബന്ധം നോക്കി ഷെൻ കുടുംബത്തിലെ മരുമകളെ അന്വേഷിക്കുകയാണ്. ആദ്യ റൗണ്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇവളുടെ ടേണാണ്. അവളുടെ കയ്യിലെ ബ്ലഡ് എടുക്കുമ്പോൾ എല്ലാവരും സ്തംഭിച്ചു പോയി. ഉടൻ അവരുടെ കണ്ണ് തിളങ്ങി. ഇവളെ കൊണ്ടേ അവനെ രക്ഷിക്കാൻ കഴിയുമെന്ന് അവളെ അവിടെ താമസിപ്പിക്കാനായി തീരുമാനിച്ചു. എന്നാൽ അവൾക്ക് നല്ല പേടിയാവുന്നുണ്ട്. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് പോലും അവൾക്കറിയില്ല. എന്നിട്ട് ബട്ട്ലർ അവളെ മിസ്റ്റർ ഷെങ്ങിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. പോകുന്നതിന് മുന്നേയായി അവളുടെ കയ്യിൽ വീഞ്ഞും ഭക്ഷണം കൊടുത്തിട്ട് അകത്തേക്ക് പോകാനായി പറഞ്ഞു. പക്ഷെ അകത്ത് വളരെ ഇരുട്ടാണ്. പേടിച്ചിട്ട് പയ്യായിരിക്കും അവൾ നടന്നു പോവുക. അപ്പോൾ ബാൽക്കണിയിൽ ഒരുത്തനിരിക്കുന്നത് കാണുന്നു. ഇവനാണ് ഹീറോ മിസ്റ്റർ ഷെങ്. അവനെ പെട്ടെന്ന് കാണുമ്പോൾ അവളൊന്ന് പേടിച്ചു പോയി. എന്താണെന്ന് വെച്ചാൽ ഇവനെയാണ് അവൾ സ്വപ്നത്തിൽ കണ്ടത്. ഷെങ് അവളുടെ അടുത്തേക്ക് ചെന്ന്, നീ പണത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ നിനക്ക് ഒരവസരം കൂടി തരാം, ഇവിടുന്ന് പൊക്കോ, ഒരു നിമിഷം കൂടി നിന്നാൽ നിന്റെ മുഴുവൻ രക്തം ഞാൻ വലിച്ചു കുടിക്കും. ഇവളും അവനെ തള്ളിയിടുമ്പോൾ അവൻ റോസാപ്പൂക്കളായി അപ്രതീക്ഷിതമായി തള്ളിയുന്നിടയിൽ താഴെ വീണോ എന്ന് കരുതി അവൾ നോക്കുന്നു. അവനിപ്പോൾ യാതൊരുവിധ കുഴപ്പം പറ്റിയിട്ടില്ല. ഷെൻ കുടുംബത്തിലെ യങ് ഷെങ്ങിന് എന്തോ അസുഖമുണ്ട് എന്നാണ് അവൾ കേട്ടത്. പക്ഷേ അയാൾ ശരിക്കും മനുഷ്യനാണോ എന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഷെങ്ങിന് എന്തോ സംഭവിച്ചതായി കാണുന്നു. അത് കണ്ടിവൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ കണ്ടീഷൻ തീരെ ശരിയല്ല. ഓൾറെഡി അവളുടെ കൈ മുറിവ് പറ്റി ബ്ലഡ് ഉള്ളതിന് അവന് കുടിക്കാനായി കൊടുത്തു. ഇവളും ഇതെല്ലാം ചെയ്യുന്നതൊക്കെ അവളുടെ അനിയൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ടാണ്. ഹീറോ ജീവനോടെ ഉണ്ടായാൽ മാത്രമാണ് അനിയന് ചികിത്സ കിട്ടാനുള്ള ക്യാഷ് കിട്ടൂ. അവളുടെ ബ്ലഡ് കുടിച്ചതും ഹീറോയ്ക്കിപ്പോൾ നോർമലായി. ബോധം വന്ന ഹീറോ അവളുടെ ബ്ലഡാണല്ലോ കുടിച്ചതിൽ അവൾ തള്ളിമാറ്റി. ആരാണ് നിന്നോട് രക്തം എനിക്ക് തരാനായി പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അവൻ്റെ ശരീരത്തിൽ ഗ്രീൻ കളർ തിളങ്ങുകയാണ്. ഇവളും പേടിച്ച് നിൽക്കുന്നതിനാൽ, പേടിക്കണ്ട, ഇത് ഷെൻ കുടുംബത്തിന് ശാപമാണ്, നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറയുന്നു. ഉടനെ ഇവൾ ഹെയർ ക്ലിപ്പ് എടുത്ത് കൈമുറിച്ച് ബ്ലഡ് നീട്ടി. ഇത് കുടിച്ചെന്ന് പറയുമ്പോൾ അവനും അവളുടെ കൈ തട്ടി മാറ്റി. ഒരു രാക്ഷസനെ പോലെ, നിങ്ങളെ രക്തം കുടിക്കുന്നതിനേക്കാൾ എനിക്ക് മരിക്കുന്നതാണ് നല്ലത്, നിന്റെ രക്തം പോലും വിറ്റ് പണമായി വിൽക്കുകയാണോ, നിനക്ക് അല്പമെങ്കിലും അഭിമാനമുണ്ടോ എന്ന് ചീത്ത പറയുമ്പോഴും അവൾ രക്തം കുടിക്കാനായി കൈനീട്ടി. മിസ്റ്റർ ഷെങ് ഉടൻ അവളുടെ കഴുത്ത് പിടിച്ച്, എൻ്റെ കൈ കൊണ്ട് തന്നെ മരിക്കണോ, എത്ര ക്യാഷ് വാങ്ങി നീ? ഇവൾക്കും ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ ആവുമ്പോൾ അവൻ അവളെ ഉപേക്ഷിച്ച് അവിടുന്ന് പോയി. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവളും ഹീറോയുടെ പിന്നാലെ പോയി. ശേഷം ഹീറോ അവളുടെ മുറിയിൽ തുണിയൊക്കെല്ലാം കെട്ടിവെച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഹീറോ അത്ര മോശക്കാരനല്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. എന്നാലും അവളുടെ കയ്യിൽ ബ്ലഡ് ഉള്ളതിനാൽ അവൻ്റെ കണ്ണ് വീണ്ടും തിളങ്ങാൻ തുടങ്ങി. അവളുടെ രക്തത്തിന് അത്ര മണം, കഴിക്കുമ്പോൾ അത്ര സ്വീറ്റുമായിരിക്കും. അപ്പോൾ നോക്കിയാൽ ചന്ദ്രൻ ചുവന്ന് തൊടുത്തു വരുന്നത് കാണുന്നു. അവൻ ദേഷ്യത്തോടെ അവളോട് ഇവിടുന്ന് പോകാനായി പറയുന്നു. അവനെ തന്നെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. സോ അവളുടെ കഴുത്ത് കടിക്കാൻ പോയെങ്കിലും അവൻ കൺട്രോൾ ചെയ്തു. അവളും കഴുത്തിൽ മാത്രം കടിക്കരുത്, വേണമെങ്കിൽ കൈ കടിച്ചോ. ഹീറോയ്ക്ക് അവളെ കെട്ടിപ്പിടിച്ചതിനാൽ കൺട്രോൾ ചെയ്യാൻ പറ്റി. അത് മനസ്സിലാക്കിയവൾ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കറക്റ്റെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ ഹീറോ അവളെ തള്ളിമാറ്റി. എനിക്ക് നിന്റെ ഹെൽപ്പൊന്നും വേണ്ട. അപ്പോഴേക്കും അവിടെ മുത്തശ്ശിയും ആ ലേഡിയും എത്തുന്നു. ഹീറോയുടെ കൈ പിടിച്ച് പൾസ് നോക്കി. ഹീറോയുടെ അവസ്ഥ മുമ്പത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. ഹീറോയ്ക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ വന്നത്. ചെക്ക് ചെയ്തപ്പോഴാണ് അവൻ്റെ ശരീരത്തിൽ വിഷമുള്ളതായി കണ്ടെത്തിയത്. പക്ഷെ അത് എങ്ങനെ വന്നു എന്നറിയില്ല. പിന്നീടാണ് അറിഞ്ഞത് ഇതൊക്കെ അവരുടെ പൂർവിക ചെയ്ത ശാപമാണെന്ന്. ഇന്ന് കണ്ടതുപോലെയാണ് അവൻ ചില നേരത്ത് അവന് വലിയ വേദനയൊക്കെ ഉണ്ടാകാറുണ്ട്. മാസത്തിലൊരിക്കൽ സംഭവിക്കാറുള്ളതാണ്. എന്നാൽ ആരെയും കൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല.
അതിനാൽ എപ്പോഴും അവളോട് അവൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഹീറോയോട് അവിടെ രക്തം കുടിക്കാനായിട്ട് പറയുന്നു. എന്നാൽ ഹീറോ അതിനോട്ട് സമ്മതിച്ചില്ല. ഇങ്ങനെ കുടിക്കുന്നതിനേക്കാട്ടും നല്ലത് മരിക്കുന്നതാണ്. മുത്തശ്ശി ദേഷ്യപ്പെടുമ്പോൾ അവളും മുത്തശ്ശിനോട് ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. അവനും പോയതിന് പിന്നാലെ അവളെയും പറഞ്ഞു വിടും. ശേഷം മുത്തശ്ശി ഹീറോയുടെ അസുഖം മാറ്റാൻ വേണ്ടി തന്നെ ആ ലേഡിയോട് അവളുടെ ബ്ലഡ് എടുത്ത് ഹീറോ കഴിക്കുന്ന ഭക്ഷണത്തിൽ കലർത്തി, എന്നാൽ അവൻ്റെ അസുഖം മാറുകയില്ലെന്ന് പറയുകയാണ്. ഇവിടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ കോൾ എടുക്കുന്നത് പോലില്ല. അപ്പോൾ അവൾക്ക് വേണ്ടി കുറേയേറെ ലക്ഷറി ആയിട്ടുള്ള ഡ്രസ്സും ജ്വല്ലറികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എന്നാൽ അവൾക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടൊന്നും വേണ്ട, ഇത് തന്നെ ഇട്ട് കൊള്ളണമെന്ന് പറയുന്നു. ഇത് കേട്ടേ തീരെന്ന് പറഞ്ഞ് അവൾ ഡ്രസ്സൊക്കെ ഇട്ട് ഹീറോയുടെ റൂമിലേക്ക് പോയി. അവളെ ആ ലുക്കിൽ കാണുമ്പോൾ ഹീറോ എന്താ നീ ഇവിടെ ഇതുവരെ പോയില്ലെന്ന് ചോദിക്കുന്നു. മുത്തശ്ശിയാണ് പറഞ്ഞത് ഞാനിപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന്. എനിക്ക് പോകാൻ പറ്റിയില്ല, ഇവിടെ താമസിക്കാൻ ഒരു കാരണമുണ്ട്. ഹീറോ അവളുടെ ഡ്രസ്സൊക്കെ കണ്ട് ക്യാഷിന് വേണ്ടി നീ എന്ത് വേണം ചെയ്യുമല്ലോ എന്ന് കരുതി അവൾക്ക് അവൻ്റെ ഷർട്ട് കൊടുത്തു. അവൾക്ക് ഉറങ്ങാനായിട്ട് തലോണയും കൊടുത്തിട്ട് താഴെ കിടന്നാൽ മതി, മേൽ വന്ന് പോകരുതെന്ന് പറയുന്നു. അവൾ ഉറങ്ങുമ്പോൾ അവൾക്ക് നല്ലോണം തണുക്കുന്നുണ്ടാകും. അത് ശ്രദ്ധിച്ച ഹീറോ അവൾക്ക് പൊതിക്കാനായിട്ട് പൊതുപ്പ് വരെ കൊടുക്കുകയാണ്. പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ ഹീറോയെ കാണുന്നില്ല. ഹീറോയെ തേടി ഇറങ്ങുമ്പോൾ അവൾ ഒരു ലേഡിയെ കണ്ടുമുട്ടുന്നു. അവർ ഇവളെ കണ്ടതും നീ ആരാണ്, ഇവിടെ എന്താണ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അവൾ സെർവൻ്റാണ് എന്ന് കള്ളം പറയുന്നു. ഇവൾ ഹീറോയെ വൺ സൈഡായിട്ട് പ്രണയിക്കുന്ന ഒരുത്തിയാണ്. സെർവൻ്റായ അവളോട് ജോലി ചെയ്യുന്നതൊക്കെ കൊള്ളാം, ഇവിടുത്തെ യങ് മാസ്റ്ററെ മറ്റൊരു കണ്ണിലൂടെ കണ്ടാൽ അത്ര തന്നെ എന്ന് പറഞ്ഞ് അവളെ ഭയപ്പെടുത്താനായിട്ട് ഗൺ നേരെ ചൂണ്ടി. എന്നാൽ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ഗൺ ആരോ ഷൂട്ട് ചെയ്ത് തട്ടിമാറ്റി. നോക്കുമ്പോൾ അത് ഹീറോ ആയിരിക്കും ചെയ്തത്. ഹീറോയെ കണ്ടപാടെ ആ ലേഡി ഓടിച്ചെന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിക്കുമ്പോൾ ഹീറോ കൈ തട്ടി മാറ്റി. ഹീറോ അവളെ കൂട്ടി നേരെ മലയോര മേഖലയിൽ പോയി. അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ഹീറോയ്ക്ക് വയ്യാതാവുകയാണ്. ഇവളും എന്ത് പറ്റി യങ് മാസ്റ്റർ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചതും രണ്ടുപേരും താഴെ ഉരുണ്ട് വീണു. ആ വഴിയിൽ ഒരു കമ്പ് തട്ടി അവളുടെ കാല് പൊട്ടി ബ്ലഡ് വന്നു. ഹീറോയ്ക്കാണെങ്കിൽ ബോധം പോയി. നോക്കുമ്പോൾ അവൻ്റെ ദേഹത്തുള്ള വിഷം വീണ്ടും പടർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നത്, അവളുടെ ബ്ലഡ് കണ്ടാൽ തന്നെ പ്രശ്നമാണെന്നുള്ളത്. സോ അവൾ വേഗം ഒരു തുണിക്കഷ്ണം എടുത്ത് അവിടെ കാലിൽ കെട്ടിവെച്ചു. ശേഷം അവിടെ ഷർട്ട് ഊരി അവനെ മൂടി അവിടെ മടിയിൽ കിടത്തി. രാത്രിയാകുമ്പോൾ അവൻ ഓക്കെ. അവൾ നല്ലോണം ഉറങ്ങിപ്പോയിരുന്നു. ഹീറോയുടെ തോളിൽ കിടന്നായിരിക്കും അവൾ ഉറങ്ങിയത്. അവൾ ഉണരുമ്പോൾ ഹീറോയോട് നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോൾ ഓക്കെ അല്ലേ? അവളുടെ കാലിലെ മുറിവ് പ്രശ്നമായതിനാൽ നിനക്കാരെങ്കിലും വിളിക്കാറുന്നില്ലേ? നിങ്ങളെ അവസ്ഥയിൽ ആരും കാണുന്നത് ഇഷ്ടമല്ലല്ലോ, അതോർത്തിട്ടാണ് ആരെയും വിളിക്കാത്തത്. എന്നാൽ അവൾക്ക് കാലിന് പരിക്ക് പറ്റിയെടുത്ത് അണുബാധയേറ്റാൽ പ്രശ്നമാകും, അത് നിനക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യപ്പെടുന്നു. എന്നിട്ടിപ്പോൾ തന്നെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ വീട് ഇവർ നിൽക്കുന്ന കുറേ ദൂരമുണ്ട്, എങ്ങനെ പോകും? ഈ സമയത്ത് വണ്ടി പോലും കിട്ടില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ കാര്യമില്ലെന്ന് പറഞ്ഞ് ഹീറോ അവളെ തൂക്കി അവൻ്റെ പവർ കൊണ്ട് നേരെ വീട്ടിലെത്തി. ഉടനെ ഡോക്ടറിനെ വിളിക്കാനായി സർവനോട് പറഞ്ഞു. അവളെ സോഫയിൽ കിടത്തി. ഡോക്ടർ എത്തി ചെക്ക് ചെയ്യുമ്പോൾ അവളെ ഹീറോയുടെ ട്രീറ്റ്മെൻറ്റ് തീരുന്നതുവരെ ഹീറോയോട് പോയി വല്ലതും കഴിക്കാനായി പറയുന്നു. എങ്ങാനും അവിടെ ബ്ലഡിൻ്റെ സ്മെൽ വന്നാൽ അവനും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നോർത്തിട്ടാണ്. അതുകൊണ്ട് ഹീറോ നേരെ പോയി ഫുഡ് കഴിക്കാനിരുന്നു. ഹീറോയ്ക്ക് കഴിക്കാനായി പ്രത്യേകം ഉണ്ടാക്കിയ സൂപ്പായിരിക്കും കൊടുക്കുക. ഹീറോ കുടിച്ചതും അവിടെ ബ്ലഡ് കളർത്തിയിട്ടുള്ളതായി അറിഞ്ഞു. ദേഷ്യം വന്ന ഹീറോ വേഗം അത് വലിച്ചെറിഞ്ഞ് അവളുടെ രക്തം കൊടുക്കാതെ തന്നെ ഹീറോയുടെ കൂടെ ഉണ്ടാകും എന്നാണ് അവൾ പറഞ്ഞത്. എന്നാൽ അവൾ മറ്റുള്ളവരെ പോലെ അവനെ പറ്റിച്ചെന്ന് കരുതി നേരെ പോയി അവളുടെ കഴുത്ത് പിടിച്ച് നീ എന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ? അവൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല ഹീറോ പറയുന്നത്. ഞാൻ കുടിച്ച സൂപ്പിൽ നിന്റെ രക്തം ഉണ്ടായിരുന്നു, എനിക്ക് നിന്റെ മണം കൃത്യമായിട്ട് അറിയാം. നീ അറിയാതെ എങ്ങനെ ആ സോപ്പിൽ നിന്റെ രക്തം കലർന്നു എന്ന് ചോദിക്കുമ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അവൾ വന്ന ടൈമിൽ ആ ലേഡി അവളുടെ ബ്ലഡ് മെഡിക്കൽ ചെക്കപ്പിനായി എന്ന് പറഞ്ഞ് എടുത്തിരുന്നു. അത് ചെയ്തത് താനല്ലെന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറയുമ്പോൾ ഹീറോ അവളെ വിശ്വസിച്ചില്ല. നീ ആദ്യമായി ഷെൻകുടുംബത്തിൽ വന്നപ്പോൾ എന്നെ കൊണ്ട് രക്തം കൊടുപ്പിക്കില്ല എന്ന് പറഞ്ഞല്ലോ, അവരെക്കാട്ടും നീ എന്നെ മനസ്സിലാക്കി എന്ന് കരുതി. പക്ഷെ അവരെക്കാൾ നീ ക്രൂരനാണെന്ന് പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. നിനക്ക് ക്യാഷല്ലേ വേണ്ടത്, എത്ര വേണമെന്ന് വെച്ചാൽ എടുത്തെന്ന് പറഞ്ഞ് ഹീറോ ക്യാഷെല്ലാം വീശി വാതിലടച്ചു. ഇവളും കരഞ്ഞ് അവിടെ തന്നെ ഇരിക്കുമ്പോൾ അവളെ അറിയാവുന്ന ഒരു ലേഡി അവളെ കണ്ടതും ഓടിയെത്തി. അവരെ കണ്ടതും ഇക്കാര്യം അമ്മയോട് പറയരുതെന്ന് ഇവിടെ ഞാൻ എങ്ങനെയെങ്കിലും നിൽക്കാൻ നോക്കാം. അപ്പോഴാണ് അനിയന് ട്രീറ്റ്മെൻറ്റിനായി ക്യാഷ് കിട്ടൂ. അവർ വന്നത് അവളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. നിന്റെ അമ്മ ക്യാഷ് വാങ്ങിച്ചിട്ട് അവനിതുവരെ ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്തിട്ടില്ല. അത് കേട്ട് അവൾ വീട്ടിലെത്തുമ്പോൾ ചികിത്സ കിട്ടാതെ വയ്യാതെ അനിയനെയാണ് കാണുന്നത്. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുമില്ല, എന്തിന് കഴിക്കാൻ പോലും തന്നെ നല്ല ഫുഡും പോലില്ല. സത്യത്തിൽ അനിയന് ക്യാൻസറാണ്. അതിന് ചികിത്സിക്കാൻ വേണ്ടിയാണ് അവൾ ഇഷ്ടമില്ലാഞ്ഞിട്ടും ഹീറോയുടെ വീട്ടിൽ പോയത്. അപ്പോൾ അവളുടെ അമ്മ വരുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തത്, അവനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് തന്നെ ചെയ്യുന്നെന്ന് പറഞ്ഞ് അമ്മയുമായി വഴിക്കിട്ടു. സത്യത്തിൽ അത് അവളുടെ റിയൽ ആയിട്ടുള്ള അമ്മയല്ല. എന്നാൽ അവൾ പറയുന്നത് കേൾക്കാതെ അവൾക്കൊരടി കൊടുത്തിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നിന്നെ അവരുടെ വീട്ടിൽ വിട്ടതല്ലേ, നീ ഓടിപ്പോകുന്നതാണോ, അവർ അറിഞ്ഞാൽ നിന്നെയും എന്നെയും കൊല്ലുമെന്ന് പറഞ്ഞ് അവളോട് തിരിച്ചു പോകാനായി പറഞ്ഞ് അവളെ വീണ്ടും അടിക്കുമ്പോൾ അവൾ അവരുടെ കൈ തടുത്ത് ഞാനിനി അങ്ങോട്ടില്ല, നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ
ഞാൻ തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടറെ കാട്ടുമെന്ന് പറഞ്ഞ് കൂടെ വന്ന ആ ലേഡിയെ കൂട്ടി അവർ അവൻ്റെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാനായി പോയി. എന്നാൽ അവളുടെ അമ്മ അവരെ തടഞ്ഞു നിർത്തി നിനക്ക് കുടുംബത്തിലേക്കല്ലാതെ വേറെങ്ങും പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവർ നിയമിച്ച ഗാർഡ്സിനെ വിളിക്കുകയാണ്. ഇവിടെ ഹീറോയ്ക്ക് ആകെ വയ്യാതെ ആവുകയാണ്. അത് കണ്ടുവന്ന മുത്തശ്ശി ബട്ട്ലറിനോട് അവൻ കുടിച്ചിരുന്ന സൂപ്പിൽ അവളുടെ ബ്ലഡ് കലർത്തിയെന്ന് ചോദിക്കുന്നു. അത് കേട്ട ഹീറോ അവളുടെ മേൽ ഒരു തെറ്റുമില്ലെന്ന് മനസ്സിലാവുകയും മുത്തശ്ശിയോട് അപ്പോൾ നിങ്ങളാണോ സൂപ്പിൽ ബ്ലഡ് കലർത്തിയത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കുടുംബത്തിലെ ഓരോരോ രക്തബന്ധം നീ മാത്രമാണ്. അവൻ ജീവനോടെ ഇരിക്കാൻ വേണ്ടി മുത്തശ്ശി ഏത് അറ്റം വരെ പോകുമെന്ന് കേൾക്കുമ്പോൾ കുറ്റം ചെയ്യാത്ത അവളെ ശിക്ഷിച്ചതിന്റെ കുറ്റബോധത്തിലായിരിക്കും ഹീറോ. ഇതിനകം തന്നെ അവൾ പോയി കഴിഞ്ഞു. ഹീറോ പുറത്തു വന്ന് അവിടെ ബ്ലഡ് നോക്കി നിൽക്കുമ്പോൾ അവന്റെ ആൾക്കാർ വന്ന് അവൾ വീട്ടിൽ പോയി എന്ന് അറിയുകയാണ്. സോ അവളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഹീറോ പോവുകയാണ്. ഇവിടെ അവളെ അവളുടെ രണ്ടാനമ്മ പിടിച്ചു വെച്ചിരിക്കുകയും അവളോട് മര്യാദയ്ക്ക് ഷെൻ ഫാമിലിയിലേക്ക് പൊക്കോ, എത്ര പേരാണ് ഷെൻ ഫാമിലിയിലേക്ക് വിവാഹം കഴിക്കാൻ കൊതിക്കുന്നതെന്നോ, അവിടെ അല്ലാതെ നിന്നെ വേറെങ്ങും വിടില്ലെന്ന് പറഞ്ഞ് അവളവിടേക്ക് പറഞ്ഞയക്കാൻ നോക്കുകയാണ്. കാരണം അവളെ അങ്ങോട്ട് വിട്ടാൽ മാത്രമാണ് അവർക്ക് പണം ലഭിക്കുക. എന്നാലും അവൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും ഹീറോ അവിടെ എത്തുന്നു. അവൻ്റെ കണ്ണ് നല്ല രീതിയിൽ ചുവന്നിട്ടായിരിക്കും ഇരിക്കുക. ഹീറോയെ കണ്ടതും അവളുടെ അമ്മ ഒന്ന് പേടിക്കുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാർ ഹീറോയെ കണ്ടത് സ്ഥലം വിട്ടു. ഇവരും അവരുടെ ജീവൻ രക്ഷിക്കാനായി അവളെ കുടുംബത്തിലേക്ക് എത്തിച്ചത് ഞാനാണ്. അവളുടെ ബ്ലഡ് കടിച്ച് നിങ്ങളുടെ ജീവൻ രക്ഷിച്ച ഞാനാണ്. അവളത് പണത്തിന് വേണ്ടി ചെയ്തതല്ല. അവളുടെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടില്ല. അവരുടെ സംസാരത്തിൽ നിന്ന് അവൾ ഇതെല്ലാം ചെയ്തത് അവളുടെ അനിയനെ ജീവൻ രക്ഷിക്കാനായിട്ട് മാത്രമാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. എന്നാൽ അവൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് എന്നറിഞ്ഞ ഉടനെ അവരുടെ കഴുത്തിൽ പിടിച്ച് കൊല്ലാനായി പവർ യൂസ് ചെയ്യപ്പോൾ ഇവളും തടഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് അത്ര ഓക്കെ അല്ലെന്ന് പറഞ്ഞ് തടയുന്നു. അവൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുകയാണ്. അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനിയൻ എൻ്റെ ചേച്ചിയെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്, അവൻ നിന്നെ കൊല്ലുമെന്ന് ഹീറോയെ അറിയാതെ പറയുമ്പോൾ അവളും അനിയനോട് നീ അങ്ങനെ അദ്ദേഹത്തെ പറയരുത്, യങ് മാസ്റ്റർ ഒരു നല്ല മനുഷ്യനാണ്, അവൻ എൻ്റെ രക്തം കുടിച്ചിട്ടില്ല, നീ അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് പറയരുതെന്ന് പറഞ്ഞ് ഹീറോയിരിക്കും അവളുടെ അനിയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി സഹായിക്കുന്നത്. ഉടനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ശേഷം വീട്ടിലെത്തുമ്പോൾ ഹീറോയിരിക്കും അവിടെ കാലിലെ മുറിവൊക്കെ മരുന്ന് പറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഹീറോയ്ക്ക് സത്യാവസ്ഥ മനസ്സിലായതുകൊണ്ട് തന്നെ ചെയ്ത തെറ്റിന് അവളോട് സോറി പറയുന്നു. അന്നേരമായിരിക്കും ഹീറോയുടെ ഫ്രണ്ട് വിളിക്കുക. 12 മണിക്ക് റേസ് ഉണ്ട്, വേഗം വരാനായി പറഞ്ഞു. അവനും വരില്ല. പിന്നാവട്ടെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സമ്മതിക്കുന്നില്ല. കാരണം ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. ഇത് അവളുടെ ഫയലിൽ കണ്ടപ്പോൾ അറിഞ്ഞിട്ടായിരിക്കും. അവൾക്കൊരു പിറന്നാൾ ആഘോഷിക്കാനായിട്ടൊരു പ്ലാനുണ്ട്. എന്നാലും ഫ്രണ്ട് വരാനായി ഫോഴ്സ് ചെയ്യുമ്പോൾ ഹീറോ അവളെ കൂട്ടി പോകുന്നു. അവളെ കൂട്ടി പാർട്ടിയിലെത്തുമ്പോൾ ഹീറോ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അത് കാണുമ്പോൾ ഇവളും ഹീറോയ്ക്ക് യാതൊരുവിധ കുഴപ്പമില്ലെങ്കിൽ അവൻ എത്ര ഹാപ്പി ആയിട്ട് ഇരുന്നേനെ എന്ന് ചിന്തിച്ചു. കുറച്ച് നിൽക്കാൻ കഴിയുമ്പോൾ ഓരോരുത്തർ വന്ന് ഹീറോയോട് മത്സരിക്കാനായിട്ട് പന്തയം വയ്ക്കുന്നു. ഹീറോ കാർ റേസിംഗിൽ എപ്പോഴും ജയിക്കും. എന്നാൽ അവൾ കൂടെ ഉള്ളത് കൊണ്ട് അവൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ അയാൾ ഹീറോയെ വിടുന്നത് പോലില്ല. ഒടുവിൽ സമ്മതിക്കുകയാണ്. എന്നാൽ കളിയിൽ ഒരു റൂളുണ്ട്, റേസിംഗിൽ ഒരു പെണ്ണ് കൂടെ ഉണ്ടാവണം. വിൻ പോയിന്റ് എത്തുമ്പോൾ അവരവരുടെ പാർട്ട്ണർ പേടിച്ച് ഒച്ചുണ്ടാകാതെ ഇരിക്കണം. ഒച്ചുണ്ടാക്കിയാൽ അവർ തോൽക്കും. ഇത് കേട്ടതും ഹീറോ കളിക്കാനില്ലെന്ന് പറഞ്ഞു പോകുമ്പോൾ അയാൾ അവനെ വിടുന്നത് പോലില്ല. അപ്പോൾ ചുറ്റും നിന്നവർ അവന് വയ്യാത്തോണ്ടാണ് റേസിംഗ് നിൽക്കാത്തെന്ന് കേൾക്കുമ്പോൾ ഇവൾ ഹീറോയോട് ബെറ്റ് സമ്മതിക്കാനും പറയുകയും ഞാൻ കൂടേണ്ടെന്ന് പറയുന്നു. അങ്ങനെ റേസ് ആരംഭിക്കാൻ പോവുകയാണ്. ഹീറോ അവൾക്ക് സേഫ്റ്റി ബെൽറ്റൊക്കെ ഇടുമ്പോൾ ക്ലോസ് ആവുമ്പോൾ ഇവൾക്കെന്തോ പോലെ ആവുന്നു. ഇവിടെ ഇവൻ കളിയിൽ തോൽക്കാതിരിക്കാനായിട്ട് പാർട്ട്ണറെ ഭീഷണിപ്പെടുത്തുകയായിരിക്കും. ഇപ്പോൾ റേസിംഗ് സ്റ്റാർട്ടായി. ഹീറോ ആയിരിക്കും മുൻപന്തിയിൽ. എന്നാൽ അവൾ പേടിച്ചിരിക്കുന്നത് കണ്ട് ഹീറോ സ്ലോ ആക്കുന്നു. അതിനാൽ മറ്റവർ കയറി പോവുകയാണ്. കളിയിൽ ഹീറോ തോൽക്കാതിരിക്കാനായിട്ട് വേഗം ഓടിച്ചോളൂ, ഞാൻ പേടിക്കില്ലെന്ന് പറയുന്നു. ഹീറോ കാറിൻ്റെ സ്പീഡ് കൂടി. ഇപ്പോൾ ഇവരുടെ മുന്നിൽ ഒരു വലിയ ട്രക്ക് വരികയാണ്. ഇത് കണ്ടതും ഓവർടേക്ക് എടുക്കാൻ രണ്ടുപേരും നോക്കുമ്പോൾ കറക്റ്റ് ടൈമിൽ ഹീറോ ആയിരിക്കും ഓവർടേക്ക് ചെയ്ത് കളിയിൽ വിന്നാവുന്നത്. ട്രക്ക് കണ്ടതും ഓപ്പോസിറ്റ് മത്സരത്തിലെ പാർട്ട്ണർ ഒച്ചുണ്ടാക്കിയതിനാൽ അവർ കളി തോറ്റുപോയി. ഇവിടെ ഇവൾ ജയിച്ചതിൻ്റെ സന്തോഷത്തിലായിരിക്കും. എന്നാൽ ഹീറോ കാറ് നിർത്തിയത് പോലുമില്ല. കാറ് നിർത്താത്തോണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഹീറോ ഒരിടത്ത് കാറ് നിർത്തി അവളൊരു മലമുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അത് കാണുമ്പോൾ അവൾക്ക് സന്തോഷമാവുകയാണ്. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അവൾക്ക് ഇവിടെ വരണം എന്നതായിരുന്നു ആഗ്രഹം. എന്നാൽ അവളെപ്പോലെ ഒരാൾക്ക് അവിടെ എത്തിച്ചേരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഹീറോ ഇതെങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ അവളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവളുടെ ഈ ഒരു ആഗ്രഹത്തെക്കുറിച്ച് അറിയുകയുണ്ടായി. നിനക്കിഷ്ടമായോ? ഇത് നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഇവന് ഷോക്കായി. എൻ്റെ ബർത്ത്ഡേ എങ്ങനെ നിങ്ങൾക്കറിയാം? ഇത് കണ്ടുപിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണോ? പറ, നിന്റെ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് എന്ത് വേണമെന്ന് അവൾ ചോദിക്കുമ്പോൾ അവളും ഒന്നും വേണ്ട, ഓൾറെഡി നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എപ്പോഴാണ് നിങ്ങളുടെ ബർത്ത്ഡേ? അന്ന് ആഘോഷിക്കാം എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇഷ്ടമില്ലെന്ന് പറയുന്നു. ഇവളും ചിന്തിക്കുന്നത് ഇനി അവൻ്റെ അടുത്ത ബർത്ത്ഡേക്ക് അവൻ ജീവിച്ചിരിപ്പിക്കില്ല എന്ന് കരുതിട്ടാകും. അപ്പോൾ ഹീറോ പറ, എന്താണ് വേണ്ടത്? അവൾക്ക് വീണ്ടും പഠിക്കാൻ പോകണം എന്ന് പറയുന്നു. അനിയനെ സഹായിക്കാൻ വേണ്ടി ഷെൻ ഫാമിലി വന്നപ്പോൾ അവൾക്ക് അവളുടെ ക്ലാസ്സൊക്കെ മിസ്സായി.
ഇവനും സമ്മതിക്കുന്നു. എന്നാൽ അവനും കൂടെ വരാൻ പറയുകയാണ്. അപ്പോഴാണ് അറിയുന്നത് ഇവനും അവനും ഒരേ സ്കൂളിലാണെന്ന്. പിറ്റേന്ന് അവൾ സ്കൂളിൽ പോകാനുള്ള സന്തോഷത്തിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുകയായിരിക്കും. അപ്പോൾ ഹീറോ വന്ന് നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലായിരിക്കും താമസിക്കുന്നത്. ഇവളും ഷോക്കായി. അവിടെ എത്ര റൂം കാണും എന്ന് ചിന്തിക്കുമ്പോൾ താഴെ ഒരു ലേഡി വന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്. ഇവളും ചെല്ലുമ്പോൾ ആ ലേഡി അവളെ കണ്ടതും നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ, അതാണ് നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ നീ മരിക്കുമെന്ന് പറയുന്നു. ഇവൾക്കും ഇവർ എന്താണ് പറയുന്നത് പോലും മനസ്സിലാകുന്നില്ല. ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് അവർ ഹീറോയുടെ ആന്റി ആണെന്ന് അറിയുന്നത്. ഇവർ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അവന്റെ പിറന്നാൾ ദിവസം അവനെ കാണാൻ വന്ന എല്ലാവരും മരിച്ചുപോയി. ആ കൂട്ടത്തിൽ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. സോ അതുകൊണ്ടാണ് അവളോട് ഇവിടുന്ന് പോകാനായി അവർ പറഞ്ഞത്. അവനൊരു മനുഷ്യനല്ല, പിശാശാണെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവൾക്ക് ഹീറോയ്ക്കൊപ്പമുള്ള ഓരോ നിമിഷം ഓർത്ത് അവൻ അങ്ങനെയുള്ള ആളാണെന്ന് തർപ്പിച്ചു പറയുന്നു. അപ്പോഴേക്കും ഹീറോ എത്തുമ്പോൾ നീ നിന്റെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി. ഇപ്പോൾ അവളുടെ ജീവിതം നശിപ്പിക്കാനായിട്ടാണോ നോക്കുന്നത്? നീ മരിച്ചാലേ എൻ്റെ മുഖത്ത് ചിരി വരൂ എന്ന് പറഞ്ഞ് അവർ പോകുമ്പോൾ അത് കൂടുതൽ ഹീറോയുടെ മനസ്സിനായിരിക്കും വേദന ഉണ്ടാക്കുക. അവനും അവിടുന്ന് പോയി. ഹീറോ അപ്സെറ്റ് ആയതിനാൽ അവളും പിന്നാലെ പോയി. പണ്ട് സംഭവിച്ച ഓർത്ത് വിഷമിക്കാതെ ആ ആക്സിഡന്റ് ഉണ്ടാക്കി വെച്ചത് ആരാണെന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞ് അവനൊന്ന് ആശ്വസിച്ചു. പിറ്റേന്ന് ഹീറോയുടെ കരച്ചിൽ കേൾക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ അസുഖം കൂടിയതിന് വേദനയിൽ അവൻ താഴെ ഇരിക്കുകയായിരിക്കും. ഇവളും കണ്ടതും ഹീറോ അവളെ കെട്ടിപ്പിടിച്ചു. ശരീരത്തിലുള്ള പോയിസൺ കൂടിയത് കൊണ്ട് വേദനയായിരിക്കാം. ഇവൾ ഷർട്ടൂരി നോക്കുമ്പോൾ ആ പോയിസൺ ശരീരം മുഴുവൻ പടർന്നിരിക്കുകയായിരിക്കും. അവനൊരു മോൺസ്റ്റർ ആവാൻ പോവുകയാണെന്ന് കരുതി അവൾ അവിടുന്ന് ഓടിക്കാനായിട്ട് നോക്കുമ്പോൾ അവൾ പോകുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോൾ അവന് ആദ്യം ഈ പോയിസൺ വന്നപ്പോൾ അത് കണ്ട സെർവന്റ് അവനൊരു മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞ് പേടിച്ചോടിയ കാര്യം ഓർത്തു. എന്നാൽ ഇവൾക്ക് ഇവനെ ഇങ്ങനെ കാണുന്നത് പേടിയില്ലാത്തതുകൊണ്ട് തന്നെ അവനെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിച്ചത്. എന്നാൽ കൺട്രോൾ വിട്ടാൽ അവൾക്ക് തന്നെ ആപത്താകുമെന്ന് പേടിച്ച് അവളോട് പോകാനായി പറഞ്ഞു. എങ്കിലും അവൾ ഡ്രസ്സ് കോരി അവനെ കിസ് ചെയ്തു. പെട്ടെന്ന് ഹീറോ അവളുടെ ചുണ്ട് കടിച്ചത് ബ്ലഡ് വന്നതിനാൽ അവൻ ഓക്കെ. എന്നാലും അങ്ങനെ ചെയ്തത് ഹീറോയ്ക്ക് നല്ല കുറ്റബോധം കാണും. അവളെ റൂമിൽ നിന്ന് പോകാനായി പറഞ്ഞു. പുറത്തേക്ക് വരുമ്പോൾ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് അവൻ അവൾക്ക് ക്യാഷ് അയച്ചു കൊടുത്തു. എന്നാൽ അവൾക്ക് ക്യാഷിനൊന്നും അത്ര താല്പര്യമില്ല. അപ്പോൾ ബട്ട്ലർ മുത്തശ്ശി വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മുത്തശ്ശി അവൾക്ക് 1 മില്യനുള്ള കാർഡ് കൊടുക്കുന്നു. അവളും വേണ്ടെന്ന് പറയുമെങ്കിലും മുത്തശ്ശി ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് അവളുടെ ചുണ്ടിലെ ബ്ലഡൊക്കെ തുടച്ചു കൊടുത്തു. അവനും ഈ അസുഖം വന്നത് മുതൽ ആരെയും അവൻ്റെ അടുത്തേക്ക് വരാൻ പോലും സമ്മതിച്ചിട്ടില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കവേ ഹീറോ വന്ന് അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുന്നു. സ്കൂളിലെത്തിയതും പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഹീറോ അവളുടെ കൈ പിടിച്ചൊക്കെ പോകുന്നത് കാണുമ്പോൾ പെൺപിള്ളേരെല്ലാവരും ഷോക്കായിട്ട് തന്നെ നിൽക്കുന്നു. എന്നാൽ ഇതൊക്കെ ഹീറോയെ വളയ്ക്കുന്ന ആ പെണ്ണ് കാണുകയാണ്. ശേഷം ഹീറോ അവളെ കൂട്ടി അവർ താമസിക്കുന്നിടത്തെത്തുന്നു. ഇനി മുതൽ ഇവിടെ അവൻ്റെ കൂടെയാണല്ലോ താമസിക്കേണ്ടതെന്ന് ചിന്തിച്ച് തിരിയുമ്പോൾ ഹീറോ ഷർട്ടൂരി അവളുടെ അടുത്തേക്ക് വരുന്നു. ഇവളും പേടിച്ച് പിന്നാലെ പോകുമ്പോൾ ഹീറോ മുന്നോട്ട് തന്നെയായിരിക്കും വരിക. ക്ലോസായി വന്നതും അവൾ കണ്ണുമൂടി. ഹീറോ അവിടെ കിടന്ന ടൗൾ എടുത്ത് കുളിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അവൻ കുളിക്കാനായി പോകുമ്പോഴാണ് ആ ലേഡി വരുന്നത്. ഹീറോയ്ക്കൊപ്പം അവളും ഇവിടെ താമസിക്കാൻ പോകുന്നറിഞ്ഞ് അവൾ മോശമായിട്ട് പറഞ്ഞ് അവളെ അടിക്കാനായി പോകുമ്പോൾ ഇവളും കൈ തടുത്തു. ഹീറോ അറിയാവുന്നത് കൊണ്ട് തന്നെ വെറുതെ വിടുന്നു. ഇനി വീണ്ടും മിണ്ടിയാൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ആ പെണ്ണ് അവളെ വിടുന്നത് പോലുമില്ല. നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ ഇവളും അവളെ ഒഴിവാക്കാനായിട്ട് ഞാൻ ക്യാഷിന് വേണ്ടിയാണ് ഹീറോയ്ക്കൊപ്പം നിൽക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഇതൊക്കെ ഹീറോ കേൾക്കുന്നുണ്ടായി. ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നു. ആ പെണ്ണും അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവൻ നല്ല രീതിയിൽ ദേഷ്യത്തിലായിരുന്നു. ഹീറോ അവളെ ചീത്ത പറഞ്ഞയച്ചു. ഹീറോയ്ക്ക് അവളെ ഇഷ്ടമായതുപോലെ തന്നെ അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു. എന്നാൽ അവളുടെ വായിൽ നിന്ന് അവനെ ഇഷ്ടമല്ല എന്ന് കേട്ടപ്പോൾ അവന് നല്ല ദേഷ്യമാണ് വന്നത്. അവളും കാര്യം പറയാൻ വന്നപ്പോൾ ഹീറോ അത് കേൾക്കാതെ അവിടുന്ന് പോയി. ആ ഒരു ദേഷ്യം ഹീറോ പിന്നീടൊന്നും അവളോട് മിണ്ടിട്ടേയില്ല. അവൻ്റെ ദേഷ്യം മാറാനായിട്ട് അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ക്ലാസ്സിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ഹീറോ 2-3 ദിവസമായി ക്ലാസ്സിൽ വന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോഴേക്കും ആ ബട്ട്ലർ വന്ന് ഹീറോ എവിടെയാണെന്ന് ചോദിക്കുന്നു. മുത്തശ്ശി വിളിച്ചിട്ട് പോലും ഹീറോ കോൾ എടുക്കുന്നില്ല. എന്തിന് മെസ്സേജ് പോലും ഇല്ല. ഇവളും വീട്ടിൽ വരുമ്പോൾ ഹീറോ അവിടെ കാണുന്നു. നിങ്ങൾ എന്താണ് സ്കൂളിൽ വരാത്തത്? പാടില്ലെന്ന് കേൾക്കുമ്പോൾ പാടില്ലാത്ത നിങ്ങൾ റൂമിൽ തന്നെയല്ലേ ഇരിക്കേണ്ടത്? നമുക്കിടയിൽ ഒരു ഡീലുണ്ട്. ഞാനൊരു ഉപകരണം മാത്രമാണ്. അസുഖം വന്നാൽ ഞാൻ വേണം. മുത്തശ്ശി നിന്നെ നോക്കിയിരിപ്പുണ്ട്, വീട്ടിൽ പോക്കോ എന്ന് പറയുമ്പോൾ അവൾ അങ്ങനെയാണ് അവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് എന്ന് ചിന്തിച്ച് ദേഷ്യത്തിൽ അവിടുന്ന് പോയി. അവൾക്കും നല്ല വിഷമമായി. ദേഷ്യത്തിൽ ഹീറോ ബാറിലായിരിക്കും പോയിക്കുക. അപ്പോൾ ഒരുത്തൻ നിനക്ക് അവളെ വേണ്ടെങ്കിൽ എനിക്ക് തന്നേക്കെന്ന് പറയുമ്പോൾ ഹീറോ ഒരു കുപ്പിയെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. ഹീറോ വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് അവൾക്ക് കോൾ വരികയാണ്. ഇവളും പേടിച്ചിറങ്ങുന്നു. അപ്പോൾ വഴിയിൽ ആ ലേഡി അവളെ കണ്ട് അവളെ കൊല്ലാനായിട്ട് കാർ സ്പീഡിൽ ഓടിച്ച് വന്നതും കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോ എത്തി അവൻ്റെ പവർ കൊണ്ട് കാറ് തടഞ്ഞ് അവളെ രക്ഷിച്ചത്. ആ ലേഡിയെ പുറത്തിറക്കി. ഇനി അവളെ ഉപദ്രവിക്കാൻ വന്നാൽ നിന്റെ മരണമായിരിക്കും എന്ന് വാണിംഗ് കൊടുത്തിട്ട് പോയി. ആ സമയത്ത് അവൻ്റെ ശരീരത്തിലെ പോയിസൺ വീണ്ടും വരികയാണ്. അവളും അവനെ സഹായിക്കാൻ വരുമ്പോൾ അവൻ അവളെ തള്ളി മാറ്റി റൂമിലേക്ക് കയറി. ഇവളും പുറത്തുനിന്ന് ഡോർ തുറക്കാനായി പറയുന്നു. പെട്ടെന്ന് ഹീറോ വാതിൽ തുറന്നതും ഹീറോയുടെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ക്ലിയറാക്കി
അന്ന് അവളോട് പറഞ്ഞത് അവൾ പോകാനായിട്ടാണ്. സത്യത്തിൽ അവൾക്കും ഹീറോയെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഹീറോ കിസ് ചെയ്യാനായി പോയി. കറക്റ്റ് ടൈമിലായിരിക്കും ബട്ട്ലർ ഹീറോയെ കൊണ്ടുപോകാനായിട്ട് എത്തിയത്. വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശി അവളെ മാത്രം വിളിച്ചു കൊണ്ടുപോയി. കൂടെ ഡോക്ടറും വന്നിട്ടുണ്ടാകും. അവളുടെ ബ്ലഡ് ഹീറോയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. ഹീറോയ്ക്ക് ഇനി ഇതിനകം നാൾ ജീവിച്ചിരിക്കാനും പറ്റില്ലെന്ന് പറയുമ്പോൾ മുത്തശ്ശിക്കാകെ സങ്കടമാവുകയും വേറെ പോംവഴിയുണ്ടെന്ന് അവൾ ചോദിച്ചു. അതിനാൽ ലേഡി, ഇവനെ വിവാഹം കഴിക്കണം. വരുന്ന പൗർണമിയിൽ നിങ്ങൾ ഒന്നിച്ചാൽ ഹീറോയുടെ അസുഖം പൂർണ്ണമായി മാറും എന്ന് കേട്ടപ്പോൾ ഇവളും അതിന് സമ്മതിച്ചു. അത് കേട്ട മുത്തശ്ശി അവളുടെ നല്ല മനസ്സിന് 10 മില്യൺ കൊടുക്കുമ്പോൾ അത് അവൾക്ക് വേണ്ട എന്നാണ് പറയുന്നത്. ശേഷം ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോയെ കാണുന്നില്ല. ബട്ട്ലറിനോട് ഹീറോ എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് ഇന്ന് പൗർണമി നാളാണ് എന്നും ഹീറോ പാലസിലാണ്, കാരണം ഇന്നായിരിക്കും ഹീറോ ഒരു രാക്ഷസനായി മാറുന്നത്. സോ ഇന്നും ആരും അവൻ്റെ അടുത്തേക്ക് പോകാനേ പാടില്ല. എന്നാൽ ഇതൊന്നും കേൾക്കാതെ അവൾ ഹീറോയെ കാണാനായി പാലസിൽ പോയി. ഇപ്പോൾ ആ ലേഡി ബട്ട്ലറിനോട് പറയുന്നുണ്ട് 4 വർഷം കാത്തിരുന്ന ദിവസം എത്തിയിരിക്കുകയാണെന്ന്. ഇവിടെ ഇവൾ അകത്തേക്ക് വരുമ്പോൾ ഇരുമ്പ് കൂട്ടിൽ അവനെ തന്നെ കയ്യും കാലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. ഇവളും വന്നത് കണ്ട് ഹീറോ അവളോട് ഇവിടുന്ന് പോകാനായി പറയുകയാണ്. ഹീറോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വാമ്പയറായിട്ട് മാറുകയാണ്. അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവൾ അവളുടെ വിരൽ മുറിച്ച് നീട്ടി. എന്നാൽ ഹീറോ കുടിച്ചത് പോലുമില്ല. എന്നിരുന്നാലും അവൾ അവനെ പറഞ്ഞു മനസ്സിലാക്കി കുടിപ്പിച്ചു. എന്നാൽ അവൾ അവനിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകില്ല എന്ന് പറഞ്ഞ് ആ ഇരുമ്പ് കൂട്ടിൽ കയറി ആ ഒരു രാത്രി ഹീറോയ്ക്കൊപ്പം സ്പെൻഡ് ചെയ്യുകയാണ്. പിറ്റേ ദിവസം ആയപ്പോൾ എല്ലാം തന്നെ ഓക്കെ. അവൾ ഉണരുമ്പോൾ ഹീറോ അവളെ കല്യാണം കഴിക്കാമെന്ന് പ്രോമിസ് കൊടുത്തു. ശേഷം അവളെ തൂക്കി നേരെ വീട്ടിലേക്ക് പോയി. മുത്തശ്ശിക്കാണെങ്കിൽ അവളെയും ഹീറോയും കുറിച്ച് ടെൻഷനാണ്. അവരെ കണ്ടതും ആശ്വാസമാവുകയാണ്. ഹീറോയെ പഴയ നില എത്തിച്ചതിന് മുത്തശ്ശി അവളെ മരുമകളാക്കി സ്വീകരിക്കുന്നു. ഹീറോയുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ യാതൊരുവിധ കുഴപ്പമില്ലെന്ന് പറയുന്നു. ശേഷം മുത്തശ്ശി ആ ലേഡി ബട്ട്ലറിനെയും വിളിക്കാനായി പറയുമ്പോൾ അവർ രണ്ടുപേരും വീട്ടിലില്ല എന്നാണ് അറിയുന്നത്. ഇത് കേട്ടതും അവർ തന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നോർത്ത് മനസ്സ് വിഷമിക്കുന്നു. ഹീറോ മുത്തശ്ശിയെ ആശ്വസിപ്പിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. ഇവൾക്കും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കൺഫ്യൂഷനാക്കി നിൽക്കുക. ഹീറോ വന്ന് അതൊക്കെ പിന്നെ നോക്കാം, ആദ്യം നീ പോയി റെഡിയാവ്, നമുക്കൊന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും അന്ന് മുതൽ ഡേറ്റിംഗ് ആരംഭിക്കുന്നു. എന്നാലും മനസ്സിൽ ഇപ്പോഴും പ്രശ്നമുള്ളത് കൊണ്ട് വിഷമിച്ചായിട്ടിരിക്കുക. അവളെ കൂട്ടി വീട്ടിലെത്തുമ്പോൾ ഹീറോയുടെ ആൾക്കാർ അവൻ്റെ ആൻറ്റിയെ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടാകും. എന്തിനാണ് ഇവരെ കെട്ടിവെച്ചെന്ന് അവൾ ചോദിച്ചു. ആ ലേഡിയും ബട്ട്ലറും ഇവനും കൂടി കൂടിക്കാഴ്ച നടത്താറുണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോ കാണിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ കുടുംബം മൊത്തം തകർത്ത ഹീറോയെ കൊല്ലാനായിട്ടാണ്. എന്നാൽ അവരുടെ കുടുംബം തകർത്തത് ഹീറോ കാരണം പോലുമല്ല, ആൻറ്റിയാണ്. അവരുടെ വിവാഹത്തിന് മുന്നേ അവരുടെ കമ്പനിയിൽ നിറയെ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അവരുടെ ക്യാഷ് തിരിച്ചു കൊടുക്കാത്തതിനാൽ അവരുടെ കമ്പനി മൊത്തം അടയ്ക്കേണ്ടി വന്നു. ആൻറ്റിയോട് ക്യാഷ് ചോദിച്ചു വന്നപ്പോൾ അവർ കൊടുക്കും പോലും ചെയ്തില്ല. അതിൻ്റെ ദേഷ്യത്തിൽ അവരായിരിക്കും അവരുടെ ഫാമിലിയെ ആക്സിഡൻ്റാക്കി കൊന്നത്. സത്യം മനസ്സിലാക്കി ആൻറ്റി ഹീറോയോട് സോറി പറയുകയും എന്നാലും അവരെ അടുത്തറിയുന്നവർ ആയിരിക്കും ഈ ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് ഒരു ഡൗട്ടും കൂടി വരികയാണ്. അങ്ങനെ അവരുടെ അനിയൻ്റെ സർജറിയൊക്കെ സക്സസ് ആവുകയാണ്. എന്നിട്ട് ഹീറോ അവളെ കൂട്ടി അമ്മയുടെയും അച്ഛൻ്റെയും കുഴിമാടത്തിൽ പോയി അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ശേഷം അവൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരും വഴിയിൽ ഒരു ലേഡി അവൾക്ക് കുടിക്കാനായിട്ട് ഡ്രിങ്ക് കൊടുക്കുന്നു. ഇവളും വേണ്ടാന്ന് പറയുമ്പോൾ അവൾ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞതും അവൾ മയങ്ങി ബോധം പോയി. അപ്പോൾ കുറച്ച് പേര് അവളെടുത്ത് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഹീറോ നേരെ വൈകുന്നത് കൊണ്ട് അവളെ കാണാത്തോണ്ട് വിളിച്ചു നോക്കി. എന്നാൽ കോൾ പോകുന്നതില്ല. എന്തോ പറ്റിക്കാണുമെന്ന് ഉറപ്പായതോടെ തന്നെ തേടാനിറങ്ങുകയാണ്. ഇവിടെ അവളെ കാണുന്നു. അവളെ ആ ബട്ട്ലറും ആ ലേഡിയും തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും ചേച്ചി മനിയനുമാണ്. അവർ അവരുടെ ശരീരത്തിൽ നിന്ന് മുഴുവൻ ബ്ലഡും ഊറ്റെടുത്തു. സത്യത്തിൽ അവർക്ക് ഷെങ് ഫാമിലി ഇല്ലാതാക്കാനാണ്. അവരുടെ കുടുംബത്തിനും ഹീറോയുടെ കുടുംബത്തിൽ വർഷങ്ങളോളം പക ഉണ്ടായിരുന്നു. ഇവരായിരിക്കും ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത്. അപ്പോഴേക്കും ഹീറോ അവിടെ എത്തി അവരുടെ ആൾക്കാരെ കൊന്നുകളയുന്നു. എന്നാൽ അവർ അവളെ മുന്നിൽ നിർത്തി ഹീറോയെ ബ്ലോക്ക് ചെയ്ത് അവൻ്റെ ഉള്ളിലെ രാക്ഷസനെ പുറത്തെടുക്കാനായിട്ട് ഒരു ബോക്സ് വയ്ക്കുകയാണ്. ആ ബോക്സ് വെച്ചതും ഹീറോ കൂടുതൽ വയലൻ്റ് ആവുന്നു. അത് യൂസ് ചെയ്ത് ഹീറോയെ കൺട്രോൾ ചെയ്യാനാണ് അവർ നോക്കുന്നത്. ഇവരായിരിക്കും ഹീറോയുടെ ശരീരത്തിൽ ആ വൈറസ് കയറ്റിയത്. എന്നാൽ അന്ന് പൗർണമിക്ക് അവർ ഒന്നായതുകൊണ്ട് തന്നെ അത് വർക്കൗട്ട് പോലും ആയില്ല. അപ്പോഴേക്കും മുത്തശ്ശി അവരുടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ പിടികൂടുകയാണ്. ഹീറോയെയും അവളെയും രക്ഷിക്കുന്നു. അവസാനം ഹീറോ അവളെ പ്രപ്പോസ് ചെയ്യുന്നതോടെ ഈ ഡ്രാമ എൻഡിങ് ആവുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.